ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പരാതി ലഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ DC സെക്രട്ടറി സാറിന് അദ്ദേഹത്തെ മാറ്റിവെച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ DC സെക്രട്ടറി അല്ല. നിലവിൽ അദ്ദേഹം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അല്ല. കഴിഞ്ഞ ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചുകൊണ്ട് പരസ്യമായി പ്രവർത്തനത്തിന് ഇറങ്ങിയ നിർദ്ദേശം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഇതിപ്പോൾ വളരെ പാർട്ടിക്കകത്ത് ലഭിച്ച പരാതിയായിരുന്നു, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, സ്ഥാനത്ത് മാറ്റിയിരുന്നു. 1.5 വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തെ DC സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയതാണ്. പക്ഷെ എന്നാലും അദ്ദേഹം കോൺഗ്രസ് വേറെ തന്നെ, സംശയമില്ല. പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് കോൺഗ്രസ് നേതാവിന് തന്നെയാണ്. ഈ അല്ല ഈ സൊസൈറ്റി കോൺഗ്രസുമായോ UDFോ യാതൊരു ബന്ധമില്ല, അഫിലിയേഷൻ ഇല്ല. പാർട്ടിയിൽ അഫിലിയേഷൻ ഇല്ലാത്ത എന്നാൽ പാർട്ടിക്കാരന് നേതൃത്വം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണിത്. കോൺഗ്രസ് പാർട്ടിയിലകത്തോ UDFിന് അഫിലിയേഷൻ ഇല്ല. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം വളരെ ഗുരുതരമാണ്. അത് വളരെ ഗൗരവത്തോടുകൂടി പാർട്ടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പേരിൽ എന്ത് സംഘടന നടപടി വേണമെന്നുള്ളത് KPC പ്രസിഡന്റുമായി ആലോചിച്ച് ഇന്ന് തീരുമാനമെടുക്കും. മെമ്പർഷിപ്പുള്ള ആളുകളുമുണ്ട്, സൊസൈറ്റിയിൽ കോൺഗ്രസ് മെമ്പർഷിപ്പുള്ള ആളുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്, പാർട്ടിക്കാരല്ലാത്തവരുമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് നിയന്ത്രണമുള്ള സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പരിപൂർണമായും പാർട്ടിയായിരിക്കും. അതിൽ തീരുമാനിക്കുക DCC ആയിരിക്കും. അതിലൊക്കെ തന്നെ പാർട്ടിക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല 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 അത് പ്രധാനപ്പെട്ട കാരണം ഈ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് സുധീർ രംഗത്ത് വരുന്നില്ല. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇതാണ് ഇഷ്യൂ എന്ന് മനസ്സിലായി. അപ്പോൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി. പിന്നെ അല്ല, ഞാൻ ഇടപെട്ടത് കൊണ്ടല്ലേ ആളെ മാറ്റിയത്. ഇല്ല, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇത് ഒരു നിക്ഷേപകന്റെയും പരാതി ലഭിച്ചിട്ടില്ല. ഒരാളുടെ പരാതി ലഭിച്ചിരുന്നെങ്കിൽ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇദ്ദേഹം മാറി നിൽക്കുന്നതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അദ്ദേഹത്തിന് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമെന്ന് മനസ്സിലായിരുന്നു. ആ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് സെക്രട്ടറി സ്ഥാനത്ത് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇത് സംബന്ധിച്ച് ഒരു പരാതിയും ഒരു നിക്ഷേപകനും ഇന്ന് വരെ പാർട്ടിക്ക് നൽകിയിട്ടില്ല. ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെയാണ് പോലീസ് കേസെടുത്തതും ശരണൂർ പരീക്ഷ. സത്യം പറഞ്ഞാൽ ധാർമ്മികതയുടെ പേരിലാണ് ആദ്യം ഞങ്ങൾ മാറ്റിയത്. പക്ഷെ ഇപ്പോൾ അതങ്ങനെയല്ല. വിഷയം വളരെ ഗൗരവമായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് പറ്റിക്കുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസ് എന്നറിയപ്പെടുന്ന ആരെങ്കിലും അതിലുണ്ടെങ്കിൽ അവർക്കെതിരെ KPCയുമായി ഏറ്റവും വലിയ നടപടി ഉണ്ടാവും. വിളിച്ചു. ഞങ്ങൾക്ക് മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റൊക്കെ ഇന്നലെ കൃത്യമായ പരാതികൾ തന്നു. മാത്രമല്ല, ഇത് പാർട്ടിയുടെ നിയന്ത്രണത്തിലെങ്കിലും പാർട്ടിയുടെ മുഖം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇതിന് യാതൊരു ബന്ധമില്ല എന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ആവശ്യതയെക്കുറിച്ച് അവിടുത്തെ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കാർ DCCയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. KPCCയും ആലോചിച്ച് ഉടൻ തന്നെ നടപടി ഉണ്ടാവും. പരാതി എനിക്ക് ലഭിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു പരാതിയും ഇന്ന് വരെ ഒരു നിക്ഷേപകനും തന്നിട്ടില്ല. ഒരു പരാതി എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ ഇന്ന്, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ രംഗത്ത് കണ്ട് പരീക്ഷിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഈ വിഷയം മനസ്സിലായി. അങ്ങനെ വിഷയമുള്ള ആൾ ഈ രംഗത്ത് വരാതിരുന്നപ്പോൾ അദ്ദേഹത്തോട് ആ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയിരുന്നത്. എന്തായാലും ഇനി ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും കോൺഗ്രസ് പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്കോ അംഗത്തിനോ പങ്കുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ കർശനമായ സംഘടന അവിടെ ഉണ്ടാവും. ഞാൻ ഈ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്നോട് ബ്ലോക്ക് പ്രസിഡന്റുമായും മണ്ഡലം പ്രസിഡന്റ് സംസാരിച്ചിരുന്നു. സുധീർ കുമാറിന് ഇതുവരെ ഫോൺ ലഭിച്ചിട്ടില്ല. ഏതായാലും ഇനി സുധീർ കുമാറിനെ വിളിക്കുക എന്നുള്ള നടപടിയൊന്നും ഇല്ല. അതിൻ്റെ മുകളിൽ KPCയും ആലോചിച്ച് വളരെ പെട്ടെന്ന് തന്നെ വളരെ വലിയ നടപടി ഉണ്ടാവും. ഓക്കെ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാത്ത ഓരോ ഭരണയും മാറ്റുന്ന രീതി കോഴിക്കോട് കോൺഗ്രസിലുണ്ട്. കഴിഞ്ഞ ലോക്സഭയിൽ പ്രവർത്തിച്ചില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് ഇങ്ങനെ വിഷയമുണ്ടെന്നത്. ആ വിഷയമുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് മാറ്റിയത്. ഇപ്പോൾ പക്ഷെ ഒരു നിക്ഷേപകനും പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഇത് പരിശോധിച്ചേനെ. മാത്രവുമല്ല, പാർട്ടിക്ക് ഈ സംഘവുമായി ബന്ധമില്ല. പക്ഷേ പാർട്ടിക്കാർക്ക് ബന്ധമുണ്ട്. അത്തരം പാർട്ടിക്കാരെ പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കില്ല.